പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾ എസ്പെഷ്യലി കുഞ്ഞുങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. കണ്ട ശേഷം എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്തേരെ, ആ ബെല്ലൈക്കണോടെ മത്തിയേരെ. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, റീസെന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. ആ പോസ്റ്റ് ഇവിടെ ആദ്യം ഷെയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഇപ്പൊ നമ്മളൊരു വാഹനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ABS, EBD തുടങ്ങി ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണോ യൂസ് ചെയ്തിരിക്കുന്നത്, 6 11 എയർ ബാഗുകളുണ്ടോ, അത്തരത്തിൽ അഡാസ് ഉണ്ടോ തുടങ്ങി ഇഷ്ടം പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് അന്വേഷിച്ചിട്ട് വാഹനം എടുക്കുള്ളൂ. പക്ഷേ ഈ സേഫ്റ്റി ഒക്കെ ആർക്കാണ് ശരിക്കും ആപ്ലിക്കബിൾ ആവുക? നമ്മളെപ്പോലുള്ള അഡൽട്സിന് മാത്രം ആ സേഫ്റ്റി ആപ്ലിക്കബിൾ ആവുള്ളൂ. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം 2 കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവർ ആ ചൈൽഡ് സീറ്റിൽ അവരുടെ കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് ബക്കിൾ ചെയ്തില്ലായിരുന്നെങ്കിൽ സാഹചര്യം മറ്റൊന്നായനെ. ഇപ്പോൾ ആ പോസ്റ്റ് അവർക്ക് ഇടാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങൾ നാളെ ട്രാവൽ ചെയ്യുമ്പോഴും ഈ ഒരു ചൈൽഡ് സീറ്റിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ യാത്ര തുടങ്ങാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു സഡൻ ബ്രേക്കോ അല്ലെങ്കിൽ ആക്സിഡന്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകാം, അവർ എയർ ബാഗ് ഡിപ്ലോ ചെയ്യുന്നതിന്റെ ഇടയിൽ പെടാം, അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി വാഹനം എടുക്കുമ്പോൾ ഉറപ്പാക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ടോ? ചിന്തിക്കുക. ഡ്രൈവ് സേഫ്റ്റി. Don't forget to like and subscribe.